ഉമ്മ നിങ്ങൾ ഇപ്പാനോട് പറഞ്ഞിട്ടേ എനിക്കൊരു പുതിയ ഐഫോൺ മേടിച്ചു തരാൻ പറയും. എൻ്റെ ക്ലാസ്സിൽ എനിക്കേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ഐഫോൺ ഉണ്ട്. അല്ല സാനിപ്പ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഫോണില്ലേ, ഐഫോൺ അല്ല എന്നുള്ളോലോ. പിന്നെ ഇജ് എല്ലാ കുട്ടികളെ കണക്കും പറഞ്ഞ് നിൽക്കല്ല കേട്ടോ. ഇജ് നമ്മളെ കീപ്പട്ടുള്ളോലെ ചിന്തിച്ചാ മേപ്പോട്ടുള്ളോലെ ചിന്തിച്ചാൽ നിൽക്കല്ല കേട്ടോ. എത്താ നിങ്ങൾ പറയണത്? ഇപ്പൊ കുറെ കാലം ഗൾഫിൽ നിന്നല്ലേ, ഇപ്പഴല്ല ഇപ്പൊ നാട്ടിൽ നിൽക്കൽ തുടങ്ങിയത്. ആ പൂളക്കച്ചവടം ചെയ്യണ കുഞ്ഞോന്റെ മോന്റെ അടുത്ത് അടക്കം ഐഫോണാ. ഇജ് ഓലെ കാര്യമൊന്നും പറയല്ലടാ, നമ്മളെപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് എനിക്ക് അറിയില്ലേ. എത്ര കാലപ്പ ഗൾഫിൽ നിന്നു എന്തോ ഒലക്കി എന്നിട്ട് ഉണ്ടാക്കിയത്? എടാ ഇജ്ജ് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ 19ാമത്തെ വയസ്സിലേ പ്രവാസ ജീവിതം തുടങ്ങിക്കണു. അന്നേ എനിക്ക് പെരയിൽ വയസ്സായൊരു ഉമ്മി ഇപ്പി ഉണ്ടായിരുന്നു. ഓലെ നോക്കണം. 2 പെങ്ങന്മാരെ ഞാൻ കെട്ടിച്ചു വിട്ടു. എൻ്റെ 2 അന്ത്രോമാരെ ഞാൻ പഠിപ്പിച്ചൊരു ഉദ്യോഗമൊക്കെ മേടിച്ചൊരു നിലയിലെത്തിച്ചു. ഇതേ ഇപ്പാക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂടാ. പിന്നെ കുടുംബം നോക്കിച്ചിട്ടേ ആരും തളരൊന്നുമില്ലടാ. കുടുംബം നോക്കിയാൽ തളരൂല വർത്താനം എന്നോട് പറഞ്ഞ അത് ഞാൻ കേട്ട് മടുത്തതാണ്. നിങ്ങളെ ആന്ധ്രമാർക്ക് മാസം എത്ര സാലറി? 1.5 ലക്ഷം റുപ്യ. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു തരുന്നത്? നിങ്ങൾ കുറെ നോക്കിയ മാഹിമാരുണ്ടല്ലോ. തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയിലേ ഞാൻ ഒരാൾക്കും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലടാ. ഞങ്ങൾ പ്രവാസികളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. മെഴുകുതിരിൻ്റെ മാതിരി എല്ലാവർക്കും പ്രകാശം കൊടുത്തേ ഞങ്ങൾ ഉരുകിത്തീരുകയാണ്. അതിലിച്ചൊരു വിഷമവും ഇല്ലടാ. ഞാൻ എൻ്റെ കുടുംബം നല്ല നോക്കിക്കണു. 10-20 കൊല്ലം നിങ്ങൾ ഗൾഫിൽ നിന്നു, എന്നിട്ട് നിങ്ങളെ ബാങ്ക് ബാലൻസ് എത്ര? 10 പൈസ ഉണ്ടായില്ലേ? അതിഞ്ച് പറഞ്ഞ് ശരിയാക്കാരടാ. ഇപ്പം അതിൻ്റെ അടുത്ത് ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. മാസം 1000 റിയാൽ ശമ്പളം കിട്ടിയാലേ 500 റിയാൽ ആർത്തേലും കഴിക്കുന്ന കടം വാങ്ങിക്കാണ്ടേ ഞാൻ നാട്ടിൽ കഴിച്ചിരുന്നു. എൻ്റെ കുടുംബെങ്കിലും നന്നായി ജീവിച്ചോട്ടെ വെച്ചിട്ട്. അവസാനം ഇപ്പാക്ക് ബാക്കിയത് എന്താ അറിയോ? ഷുഗറും പ്രമേഹവും കൊളസ്ട്രോളും ഇല്ലാത്ത സോക്കിടാളില്ലടാ. പിന്നെടാ ഇപ്പാക്ക് എന്നോട് കാര്യം പറയാനുള്ളത് എന്താ അറിയോ? ഇജ്ജ് വലുതായേ കുടുംബമൊക്കെ നോക്കൽ തുടങ്ങുമ്പോഴേ കുടുംബം നോക്കണ്ടെന്നല്ല ഇപ്പം പറയേണ്ടത്. ഇജ്ജ് ജീവിച്ചാൽ മറന്നിക്കാണ്ടേ കുടുംബം നോക്കരുത് കേട്ടോ. ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഓരോ പ്രവാസിയാളി അനുഭവത്തിൽ നിന്ന് പറയാണ്.